ഈ മറ്റു പാർട്ടികൾ വിട്ട് CPM-ലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ സ്ഥാനലബ്ധിയായിരിക്കും ഉണ്ടാകുക. മറ്റ് പലരുടെയും കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ മുൻകാലങ്ങളിൽ ഇത്തരത്തിലുള്ള സ്ഥാനലബ്ധിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരിക്കുന്ന PS പ്രശാന്ത് കോൺഗ്രസിൽ നിന്ന് വന്ന ആളാണ് അല്ലേ. അതുപോലെ മറ്റ് വികസന കോർപ്പറേഷൻ ഇരിക്കുന്ന സുഭാഷ്, ലതിക സുഭാഷ്, അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ശോഭന ജോർജ് അതിൽ കൂടുതൽ വലിയ ഉദാഹരണം ഖാദി ബോർഡ് വൈസ് ചെയർമാൻ ഇപ്പോൾ ഔഷധിയുടെ അമരത്തിരിക്കുന്നു. അതാണ് അവർ പറഞ്ഞത് മുദ്രാവാക്യം, എല്ലാം LDF വരും, എല്ലാം ശരിയാകും. എല്ലാം അവരൊക്കെ അവരുടെ കാര്യങ്ങളെല്ലാം ശരിയാക്കി കൊടുത്തു. ഇപ്പം ഏറ്റവും ഒടുവിൽ ഇതാ പാലക്കാട് CPM-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നത് കോൺഗ്രസിൽ നിന്ന് വന്ന ഡോക്ടർ P. സരിനാണ്. സരിനും പുതിയ സ്ഥാനലബ്ധി. അദ്ദേഹത്തിൻ്റെ കാര്യവും ശരിയായി. അതാണ് പറഞ്ഞത്, എല്ലാം ശരിയാവും, എല്ലാം ശരിയാക്കിയിട്ടേ അവർ പോകുന്നു. ശരിയാക്കി. ഭരണം പക്ഷേ കുളമായി, ഭരണം എല്ലാം കുളമായി. ഇപ്പോൾ വിജയനാഥ് ഇത് കേൾക്കുമ്പോൾ പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിലെ ഒരു ഈരടി ഓർമ്മ വരുന്നു. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നു ഇതു ചിലർ. ഇതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ഈ അസംബന്ധ നാടകങ്ങൾ CPM-ലായാലും കോൺഗ്രസ്സിലായാലും കാണുമ്പോൾ തോന്നിപ്പോവുക. അതിനിടയ്ക്ക് വിട്ടുപോയി KV തോമസിൻ്റെ കാര്യം പറയാം. എല്ലാം പറയാം. ചരിത്രപരമായിട്ട് നമുക്കതിനെ അമൂർത്തമായി ഇതിനെ നമുക്ക് സമൂർത്തമായിട്ട് നമുക്ക് വിശകലനം ചെയ്യാം. നോക്കൂ, ഇവർ ബാലഗോപാൽ പറഞ്ഞത് ശരിയാണ്. കാരണം KN ബാലഗോപാൽ ധനമന്ത്രി പറഞ്ഞത് ശരിയാണ്. കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയൊന്നുമില്ല, ഇഷ്ടം പോലെ പണമുണ്ട്, ധനപ്രതിസന്ധി ഇല്ല എന്ന് അദ്ദേഹം കഴിഞ്ഞ തവണയാണ് നിയമസഭയിലും പുറത്തും പറഞ്ഞത്. സത്യമാണ്. അല്ലെങ്കിൽ പിന്നെ ഇത്രയധികം പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ലാത്ത പോസ്റ്റുകൾ വരെ ക്രിയേറ്റ് ചെയ്യുകയും ഉള്ള പോസ്റ്റുകളുടെ ശമ്പളം അതൊരു 10 ഇരട്ടി വർദ്ധിപ്പിക്കുകയും ചെയ്യാൻ പിന്നെ പണമില്ലാതെ പറ്റുമോ? കേന്ദ്രം തരുന്നതല്ലല്ലോ. ഇതിന് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടൊന്നുമില്ലല്ലോ. നോക്കൂ, KV തോമസ് ക്യാബിനറ്റ് റാങ്ക്, സ്റ്റേറ്റ് കാർ, അതുപോലെ തന്നെ 1 ലക്ഷം രൂപ അടിസ്ഥാന ശമ്പളമാണ്. പലരും വിചാരിക്കും 1 ലക്ഷം രൂപയേ ഉള്ളൂ, പാവം 5 അക്ക ശമ്പളമേ ഉള്ളൂ, തുടങ്ങിയതേ ഉള്ളൂ സാരം. ഇതല്ലെന്ന്. ഇതിൻ്റെ കൺവേയൻസ് അലവൻസ്, മറ്റ് അലവൻസുകൾ, മെഡിക്കൽ അലവൻസ്, റീഇംബേഴ്സ്മെൻറ്റ്, ഇതെല്ലാം കൺസോളിഡേറ്റഡ് അല്ലിത്, സാലറി അല്ലിത്. ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഒരു 5-6 ലക്ഷം രൂപ. പിന്നെ അദ്ദേഹം ചോദിക്കുന്നത് പോലെ അദ്ദേഹത്തിന് ഈ കണ്ണട, ഷൂസ് ഇതൊക്കെ വാങ്ങിക്കാനുള്ള അലവൻസുകളും എല്ലാം കൂടെ ചേർത്ത് ഒരു നല്ല തുക, പ്രൊഫസറായിട്ടുള്ള പെൻഷന് പുറമെ MP ആയിട്ട് മുമ്പ് ഇരുന്നതിൻ്റെ പെൻഷന് പുറമെ ഒക്കെ അദ്ദേഹത്തിന് ജനപ്രതിനിധിയായിട്ടിരുന്നതിൻ്റെ പെൻഷൻ ഉണ്ടല്ലോ, അതും എല്ലാം കൂടി ഉൾപ്പെടെ നല്ലൊരു തുക, ഒരു 10 ലക്ഷം രൂപയെങ്കിലും മാസം അദ്ദേഹത്തിൻ്റെ കീശയിൽ വന്ന് വീഴും. എന്നിട്ടാണ് കേരള ഹൗസിൽ പുട്ടുണ്ട്, കടലയുണ്ട്, അപ്പം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് അദ്ദേഹം. കാൽക്കാശിന് പ്രയോജനമില്ലാത്ത ഒരു പോസ്റ്റും ക്രിയേറ്റ് ചെയ്ത് കേരളത്തിൻ്റെ തലയ്ക്ക് മീതെ എവിടെ വെച്ചിരിക്കുകയാണ്. മുടി ചൂടാം മന്നനായിട്ട്. പിന്നെ നമ്മൾ വന്നു കഴിഞ്ഞാൽ PS പ്രശാന്ത് ദേവസ്വം ബോർഡ് നേരെ എടുത്തിട്ട് വളരെ വൃത്തിയോടെ കൈകാര്യം ചെയ്യേണ്ട വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു വകുപ്പ് എടുത്തങ്ങ് കയ്യിൽ കൊടുത്തിരിക്കും. നെടുമങ്ങാട് GR അനിലിനെതിരെ മത്സരിച്ച ആൾ. CPI ഒതുക്കുക എന്നുള്ളത് CPM-ൻ്റെ ഒരു പോളിസിയാണ്, രഹസ്യ അജണ്ടയുമാണ്. അതുപോട്ടെ. പക്ഷേ ഈ മനുഷ്യനെ പിടിച്ചവിടെ ആരുടെയോ സാക്ഷാൽ മണികണ്ഠൻ്റെ, അയ്യപ്പൻ്റെയൊക്കെ നേരുകൊണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ടങ്ങ് നടന്നു പോയി. അതിൻ്റെ ക്രെഡിറ്റും എടുത്തുകൊണ്ട് നടക്കുക PS പ്രശാന്ത് എന്ന് പറയുന്നത്. വഴിയെ വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ കയറിയിരിക്കാനുള്ള പോസ്റ്റാണോ ദേവസ്വം ബോർഡിൽ എന്ന് പറയുന്നത്? പ്രാക്കുളം ഭാസിയും അങ്ങനെയുള്ള ഗോവിന്ദൻ നായരും അങ്ങനെയുള്ള ആൾക്കാരും ഒക്കെ, V മാധവൻ നായരും ഒക്കെ ഇരുന്ന ആ പോസ്റ്റിൽ കയറി നിരങ്ങുകയാണ്. പാർട്ടി മാറി വന്ന് കൂറുമാറിയതിൻ്റെ ക്രെഡിറ്റായിട്ട്, അതിനുള്ള പ്രതിഫലമായിട്ട് കയറുക, പ്രത്യുപകാര സ്മരണയായിട്ട്. ഇനിയും തീർന്നില്ല, ഉണ്ടല്ലോ ലതിക സുഭാഷ് എന്ന് പറഞ്ഞിട്ട് ശിരോമുണ്ഠനം ചെയ്ത് സ്ഥാനാർത്ഥിത്വം കിട്ടാതെ ഇന്ദിരാഭവൻ്റെ മുമ്പിൽ. അത് ഇവരെക്കുറിച്ചൊക്കെയാണ് പൂന്താനം പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ മുമ്പിൽ നാടകം കളിച്ചിട്ട് നേരെ പാർട്ടി മാറി, ഒറ്റ ദിവസം കൊണ്ട് രായിക്ക് രാമാനം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ കൂറങ്ങ് മാറിയിട്ട് അവിടെ ചെന്നു. നല്ല തട്ടകം കിട്ടിയിട്ടുണ്ട്, വനം വികസന കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട്. ഇവർക്കെല്ലാം വേണ്ടത്ര അഴിമതി കാണിക്കാനുള്ള തട്ടകങ്ങളിൽ അവരെ പിടിച്ചിരുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് വാസ്തവം. വലിയ സ്കോപ്പുള്ള. പിന്നെന്താ കുഴപ്പം? പിന്നെ KTDC ഉണ്ട്, അതിൻ്റെ തലപ്പത്തൊരാൾ, അവരെ പാർട്ടിയുടെ ആളിനെ നേരത്തെ വെച്ചിരുന്നു. പിന്നെ നമ്മുടെ ശോഭന ജോർജ് ഉണ്ടല്ലോ, അത് പിന്നെ പലതവണ ചെങ്ങന്നൂരിൽ നിന്ന് വിജയിച്ചു, അവസാനം ചതുഷ്കോണ മത്സരത്തിലേക്ക് പോയി. CPM-നെയാണ് എല്ലാം തോൽപ്പിച്ചിരുന്നത്. ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാൻ. പിന്നീട് ജയരാജന് ഇത് പോസ്റ്റാ
ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാൻ, 2 വൈസ് ചെയർ, ചെറിയാമ്പലിപ്പിന് കൊടുത്തിട്ട് ചെറിയാമ്പലിപ്പ് പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഒരു ചെയർവുമനും ഒരു ചെയർമാനും ഒരേ കാറില്ലേ, ഖാദി ബോർഡിന്റെ കാറില്ലേ. ഇത് കൂടാതെ അല്ല ഇപ്പം ശോഭന ജോർജ് ഔഷധിയുടെ പിന്നെ 10ഉം 30ഉം പേഴ്സണൽ സ്റ്റാഫിനെ വെച്ച് ചെലവിന് കൊടുത്ത് അവർക്ക് ശമ്പളം, പെൻഷൻ, എല്ലാ സൗകര്യങ്ങളും അവർക്ക് കിട്ടുന്നില്ലേ? അലവൻസുകളായിട്ട് എത്ര രൂപ കിട്ടുന്നു? ഇത് പോരാഞ്ഞിട്ട് ഇക്കഴിഞ്ഞ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പൊങ്കാല ഇട്ടൊക്കെ പറഞ്ഞ് ഇത് പിണറായി വിജയന് വേണ്ടിയാണ് പൊങ്കാല ഇടുന്നതെന്ന് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ശോഭന ജോർജ് മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. പിന്നെ പൊങ്കാല ഇടാതിരിക്കാൻ പറ്റുമോ? പൊങ്കാല ഇടാതിരിക്കാൻ പക്ഷേ ഇതിന്റെ പേരിൽ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ മുഴുവൻ ശോഭന ജോർജിന്റെ ദേഹത്ത് പൊങ്കാല അർപ്പിച്ചു. അപ്പോൾ കെ വി തോമസിന്റെ കാര്യം പറയാനുള്ളത്, ഏറ്റവും കൂടുതൽ ഇത് കിട്ടിയിട്ടുള്ളത് കെ വി തോമസിനാണ്. അതിന്റെ കൂടുതൽ സുഖസൗകര്യങ്ങളല്ല, എല്ലാ സൗകര്യവും ഡൽഹിയല്ലേ, അദ്ദേഹത്തിന് ആസ്ഥാന മണ്ഡപത്ത് അദാനിയുമായിട്ടുള്ള പരിചയവും ഒക്കെ എല്ലാം കൂടെ വെച്ചിട്ട് ആകപ്പാട് കോൺഗ്രസിൽ നിന്ന് എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ചു. MLA ആയിരുന്നു, മന്ത്രിയായി, MP ആയി. അപ്പോൾ MLA പെൻഷനുണ്ട്, MP പെൻഷനുണ്ട്, കോളേജ് പ്രൊഫസറല്ലായിരുന്നു, ആ പെൻഷനുണ്ട്. പക്ഷേ അദ്ദേഹം തിരുതക്കറി കൊടുത്ത് നേടിയ നേട്ടങ്ങളാണ്. അദ്ദേഹത്തിന് സുധാകരൻ പറഞ്ഞതുപോലെ തിരുതക്കറിക്ക് അത്രമാൻ സ്വാദം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ തരികിട കളിച്ചാണ് അദ്ദേഹം നേരെ ആ ചാനൽ മാറിക്കൊണ്ട്, അദ്ദേഹത്തിൻ്റെ റൂട്ട് മാറ്റിക്കൊണ്ട്, അദ്ദേഹത്തിൻ്റെ കാല് മാറ്റിക്കൊണ്ട്, നഗ്നമായ കാലുമാറ്റം, നാണം കെട്ട കാലുമാറ്റം. സുധാകരൻ പറഞ്ഞതുപോലെ ഇയാൾ ഈ പൈസ എല്ലാം കൂടെ കൊണ്ടുപോയി ഇത് പുഴുങ്ങി തിന്നു. നാണം കെട്ടവൻ്റെ ഏതോ ഭാഗത്ത് ഒരു ആല് കളിച്ചു കഴിഞ്ഞാൽ അതും ഒരു തണലായിട്ട് വരുന്നത് പോലെ കയറി ഇരുന്ന് ഞെളിയുകയാണ്. സത്യം പറഞ്ഞാൽ അറപ്പ് തോന്നും. M. കൃഷ്ണൻ നായർ പറയുന്ന പോലെ നോസിയേറ്റിംഗ്, അറപ്പുളവാക്കുന്ന, ഛർദ്ദിക്കാൻ തോന്നുന്ന വിധത്തിലുള്ള രാഷ്ട്രീയക്കാരാണ്. അവരാണ് ഈ വെള്ള കതർ ഷർട്ടും ഒക്കെ ഇട്ട് ഇങ്ങനെ ആഡംബര കാറുകളിലെ ഇന്നോവ, ക്രിസ്റ്റോ കാറുകളിൽ ഇങ്ങനെ സുമുഖന്മാരായിട്ടും ഇങ്ങനെ നടക്കുന്നത്. വിജയനാഥ്, ഈ രാജ്യത്തിൻ്റെ അസൂയ കൊണ്ടാണെങ്കിൽ അസൂയ കൊണ്ടാണെന്ന് വെക്കുക, ഇത് സത്യമല്ലേ? വാസ്തവത്തിൽ ഇങ്ങനെയല്ലേ സ്ഥാനമാനങ്ങൾ വന്നിട്ട് കൂറുമാറുന്നതിന് കിട്ടുന്ന പാരിതോഷികങ്ങൾ, അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലാണ് ഇപ്പോൾ വന്നിരിക്കുന്ന സുദർശന് 80,000 രൂപ അടിസ്ഥാന ശമ്പളമാണ്. ഈ 80,000 സരിൻ ഡോക്ടർ P. സരിൻ അത് കാല് മാറി വന്നു, കോൺഗ്രസിൽ നിന്ന് കാല് മാറി വന്നു. കോൺഗ്രസിൽ നിന്ന് കാല് മാറി വന്ന ഉടൻ തന്നെ പാലക്കാട്ട് സ്ഥാനാർത്ഥിയാക്കി ഘോഷിച്ചു. അതുകൊണ്ട് എന്താ പറ്റിയത്? CPM-ന് 3ാം സ്ഥാനത്തായി പോയി. 3ാം സ്ഥാനത്തുകാരനാണ് ഇപ്പോൾ വിജ്ഞാന കേരളത്തിൻ്റെ ഉപദേഷ്ടാവ് പറയുന്നുണ്ട്, തോമസ് ഐസക് ഉണ്ട്. അദ്ദേഹത്തിന് ശമ്പളമില്ലെന്നാണ് പറയുന്നത്. പക്ഷേ അലവൻസായിട്ട് അദ്ദേഹത്തിന് 70,000 രൂപ എഴുതിയെടുക്കാം. മാസം തോറും 70,000 രൂപയുടെ ജോലി അദ്ദേഹം കൊടുക്കുന്നുണ്ട്, അലവൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇത് എഴുതിയെടുക്കാതിരിക്കുമോ? ആരായാലും 70,000 കിട്ടുന്നത് വേണ്ടെന്ന് വെക്കുമോ? കണ്ണട വാങ്ങിക്കാൻ 1,00,000 രൂപ വരെയാണ് മന്ത്രിമാർക്ക് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. ക്ലിഫ് ഹൗസ് മോടി പിടിപ്പിക്കുന്നു, തൊഴുത്ത് മോടി പിടിപ്പിക്കുന്നു, എല്ലാ ആഡംബരങ്ങളും അവർ ശരിയാക്കുന്നുണ്ട് അവരുടെ. പക്ഷേ ഈ സരിൻ ഇങ്ങോട്ട് മാറി കോൺഗ്രസിൽ നിന്ന് CPM-ൽ വന്ന അതേ സമയത്ത് തന്നെയാണ് സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിൽ ചെന്നത്. ഇപ്പോഴും ഒന്നും കിട്ടാതെ ഗതികിട്ടാപ്രേതമായിട്ട് അലയുകയാണ് അവിടെ. അതെ, ആര്? സന്ദീപ് വാര്യർ ചമ്മലോട് വീഴുമ്പോൾ ഇപ്പോൾ അദ്ദേഹം എത്ര ആത്മവിശ്വാസത്തോടു കൂടിയാണ് നേരത്തെ പത്രസമ്മേളനത്തിൽ BJP-യിലെ വന്നുകൊണ്ടിരുന്നത്. ഇപ്പം ചമ്മലാണ് മുഖത്ത്, നാണക്കേട്, കുറ്റബോധം എല്ലാം തെളിയുകയാണ്. നാണം കെട്ട് വന്നിരിക്കുന്ന വേറൊരു ജന്തുവാണ് അദ്ദേഹം. അതുപോട്ടെ, ഇവിടെ ഇപ്പോൾ അതിനിടയ്ക്ക് PSC-ക്കാർ ഇവരുടെ പാർശ്വവർത്തികളാണല്ലോ, സഹസഞ്ചാരികളാണല്ലോ. അവർക്ക് ജില്ലാ ജഡ്ജിയുടെ റേറ്റിലുള്ള ശമ്പളം ഒറ്റയടിക്ക്, ആശാവർക്കർമാരവിടെ പട്ടിണി കിടക്കുന്ന അതേ സമയത്ത് ഇപ്പുറത്ത് അവർക്ക് ജില്ലാ ജഡ്ജിയുടെ നിലവാരത്തിലുള്ള ശമ്പളവും അലവൻസും കൊടുത്തു. ഇതെല്ലാം പാർട്ടി അപ്പോയിൻമെൻറ്റ്സുകളാണ്, പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ്സുകളാണ്. അത് ഇങ്ങനെ ഈ കേരളത്തിൻ്റെ നമ്മൾ കൊടുക്കുന്ന നികുതി പണം മുഴുവൻ കൊള്ളയടിച്ച് പാർട്ടിക്കാർക്കായിട്ട് വീതം വെച്ചിട്ടാണ് കേന്ദ്രം തരുന്നില്ലെന്നും പറഞ്ഞ് കുറ്റവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാണമില്ലേ ഇവർക്ക്? എന്തൊരു 4ാം വാർഷികമാണ് ഇവർ ആഘോഷിക്കുന്നത്? നാണം വേണ്ടേ ഒരല്പം? ഉളുപ്പ് വേണ്ടേ ഒരല്പം? ഇങ്ങനെ വരുമ്പോഴേ എനിക്കൊരു സംശയം, ഈ CPM-ലെ സഖാക്കന്മാർക്ക് ഇതിനകത്തൊരു അതൃപ്തി കാണത്തില്ലേ? അവർ ഇത്രയും കാലം അവരുടെ അധ്വാനം പാഴായി. അതെ, കൊടിമരം ചുമക്കാനും കൊടി നാട്ടാനും അതുപോലെ തന്നെ പട്ടി ചുമക്കാനും എല്ലാം അവർ വേണം. പക്ഷേ ഇങ്ങനെ ഓരോന്ന് കൂറുമാറി കാല് മാറി വരുമ്പോൾ പക്ഷേ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. പാർട്ടിയിൽ പിണറായി വിജയൻ്റെ അപ്രമാദിത്വം അതെല്ലാവരും പോളിറ്റ് ബ്യൂറോയും അംഗീകരിച്ചിരിക്കുകയാണ്, ദേശീയ ജനറൽ സെക്രട്ടറിയും എല്ലാം അംഗീകരിച്ചിരിക്കുക. ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണിപ്പോൾ. ആർക്ക് ശിലാരൂപത്തിൽ ഇങ്ങനെ ഏകാധിപത്യമാണ്. ഏകാധിപത്യം എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് പാർട്ടിക്ക് മുകളിൽ ഇപ്പോൾ ആധിപത്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എല്ലാം കരുതിയിരിക്കുന്നത്. അതെല്ലാം തെളിയിക്കാൻ MA ബേബിയോട് ഇത് ചോദിച്ചപ്പോൾ MA ബേബി പറഞ്ഞു അദ്ദേഹം എല്ലാ സംസ്ഥാന കമ്മിറ്റി യോഗങ്ങളിലും പങ്കെടുക്കുന്നുണ്ട്, അദ്ദേഹം അതുപോലെ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ഈ ചോദ്യത്തിന് ഉത്തരമാകുന്നുണ്ടോ? അത് അദ്ദേഹത്തിൻ്റെ അഭീഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുക
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും പങ്കെടുക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തിനെതിരായിട്ടൊന്നും പറയാൻ പറ്റില്ല, ഞങ്ങൾക്ക് പേടിയാണ് എന്നാണ് എൻ്റെ അർത്ഥം. CPSUവിൽ പിന്നെ സ്റ്റാലിനെതിരെ ആർക്കും സംസാരിക്കാൻ കഴിയാതിരുന്നതുപോലെ ഒരു അവസ്ഥയിലാണെന്ന് പോളിറ്റ് ബ്യൂറോയും സംസ്ഥാന കമ്മിറ്റിയും സെൻട്രൽ കമ്മിറ്റിയും എല്ലാം എന്ന് അദ്ദേഹം പറയാതെ പറയുകയായിരുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. അതുപോലെയാണ് സത്യം പറഞ്ഞാൽ ഇയാൾക്ക് എന്ത് യോഗ്യതയാണ് ഇതിൻ്റെ ഉപദേശകൻ എന്ന് പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ശാസ്ത്രീയമായിട്ടുള്ള വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യം. ഡോക്ടർ സരിന് എന്ത് ട്രാക്ക് റെക്കോർഡാണ് ഈ കാര്യത്തിലുള്ളത്? അദ്ദേഹം സിവിൽ സർവീസ് പരീക്ഷ എഴുതിയെന്ന് പറയുന്നു, അതിൻ്റെ പ്രിലിമിനറിയോ മറ്റോ കിട്ടിയിട്ടുണ്ട്, ഡോക്ടറാണെന്ന് പറയുന്നു. ഒരു ഡോക്ടറാണോ ശാസ്ത്രവിജ്ഞാനം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്? മരുന്നിൻ്റെ കാര്യങ്ങൾ എത്തിക്കാം, രോഗത്തിൻ്റെ കാര്യങ്ങൾ എത്തിക്കാം എന്ന് പറയുന്ന ഒരാളാണോ വിജ്ഞാന ചക്രവാളം വികസിപ്പിച്ചുകൊണ്ട് പോകാനാണ് പറ്റിയ ആൾ? അദ്ദേഹമാണോ നടത്തേണ്ടത്? ഈ പറയുന്ന മെഡിക്കൽ റെപ്പുകൾ പറയുന്ന മരുന്നുകൾ എഴുതി വെച്ചാലും ഡോക്ടറായിട്ട് തന്നെ ജീവിക്കാം. ഗവേഷണം നടത്തുന്ന ആളല്ല ഒരു ഡോക്ടർ എന്ന് പറയുന്നത്. ഡോക്ടറേറ്റ് കിട്ടിയിരിക്കുന്നത് ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, മെഡിക്കൽ സയൻസ് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ദത്തനുണ്ടല്ലോ, BD ദത്തൻ, അദ്ദേഹം പിന്നെ എന്ത് ഉപദേഷ്ടാവാം? ശാസ്ത്രോപദേഷ്ടാവായിട്ട് ശമ്പളം പറ്റിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ്റിൻ്റെ. എത്ര ഉപദേഷ്ടാക്കളാണുള്ളത്? ഇവർക്കെല്ലാം ശമ്പളം കൊടുക്കണ്ടേ? ഈ ശമ്പളം എല്ലാം ഉണ്ടാക്കാനുള്ള പണം ഗവൺമെൻറ്റിനുണ്ടല്ലോ, ധൂർത്ത് നടത്തുന്നുണ്ടല്ലോ. ആ കാര്യത്തിൽ ആശാവർക്കർമാർക്ക് കൊടുക്കാൻ മാത്രം പണം നോക്കില്ല, അത് കേന്ദ്രം തരണം. എന്ത് തരത്തിലുള്ള കള്ളങ്ങളും കപടവാദങ്ങളുമാണ് ഇവർ നിരത്തിക്കൊണ്ടിരിക്കുന്നത് വാർഷികം ആഘോഷിക്കുമ്പോൾ. ഇതിലേറ്റവും വലിയ കള്ളം നമുക്ക് തിരുവനന്തപുരത്ത് തന്നെ കാണാം. MSC ഷിപ്പ് വിഴിഞ്ഞത്ത് വന്നതിൻ്റെ ഫോട്ടോ വലുതായിട്ട് പ്രദർശിപ്പിച്ചിരിക്കുന്നു. MSC ഷിപ്പ്, അതിൽ ഉമ്മൻചാണ്ടിക്ക് ഒരു പങ്കുമില്ല എന്നുള്ള വിധത്തിലുള്ള കള്ളം പ്രചരിപ്പിക്കുന്നു. ഇതൊക്കെ കൊണ്ട് ഈ കാപഠ്യങ്ങളും അതുപോലെ വഞ്ചനകളും അതുപോലെ തന്നെ കാലുമാറ്റങ്ങളും കൊണ്ടൊക്കെ പടുത്തുയർത്തപ്പെട്ട ഒരു ചീട്ടുകൊട്ടാരമാണ്, അല്ലെങ്കിൽ ഒരു ആകാശഗോപുരമാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് എന്നുള്ള ഒരു കൺക്ലൂഷനിലാണ് ഏറ്റവും ഒടുവിൽ നടന്ന ഈ ഡോക്ടർ P സരിൻ്റെ നിയമനം നമ്മളെ ബോധ്യപ്പെടുന്നത്. കിഫ്ബി അല്ലെങ്കിൽ തന്നെ CPM-കാരെ കൊണ്ട് പറഞ്ഞു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അങ്ങനെയല്ല കേട്ടോ, കൊടിമരം ചുമക്കുന്നതിനൊക്കെ ഓരോ പോസ്റ്റ് എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. എല്ലാവരെയും അവർ വേണ്ട വിധത്തിൽ, അവരുടെ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരെ എല്ലാം വേണ്ട വിധത്തിൽ അവർ പരിഗണിച്ച് എന്തെങ്കിലും ഒരു ജോലി കൊടുത്തിട്ടുണ്ടോ സ്ഥിരമായിട്ട്? അത് നടന്നിട്ടുണ്ട്. പാർട്ടിക്കാരുടെ കാര്യമെല്ലാം ശരിയായിട്ടുണ്ട്, നാട്ടുകാരുടെ ശരിയും ഉളവുമായിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.